US-ഉം ഇന്ത്യയും തമ്മിലുള്ള വിഷയമുണ്ടല്ലോ, താരിഫ് വിഷയം. അതിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തീരുമാനമായിട്ടില്ല. അടുത്ത് തന്നെ ആകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പ്രതിരോധ കരാറ്, കഴിഞ്ഞ ആഴ്ച LPGയുടെ കരാറ്, ദേ ഇപ്പോൾ വീണ്ടും ആയുധ കരാറ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഈ ജാവലിൻ മിസൈൽസ് എത്തുന്നുണ്ട്. അപ്പം മാത്രമല്ല എക്സ്കാലിബർ ഷെല്ലുകളും എത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. ഇതിനിടയിൽ ഈ തർക്കവും നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഇത് എന്താണ് സംഭവിക്കുന്നത്. അതെ അതെ, ഇതിൽ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഗെയിമാണ്. ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ താരിഫ് വാർ വന്നു. അമേരിക്കയെ ചെറുക്കുന്നതിൽ നമ്മൾ നേർക്കുനേരെ മറുപടി പറയാതെയാണെങ്കിലും വളരെ കൃത്യമായി ചെറുത്തു നിന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കി. നമ്മുടെ ഒരു PR ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ ചെയ്തല്ലോ. ഒന്ന്, നമുക്ക് താരിഫ് ഇട്ടതിന് പകരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മളും താരിഫ് ഇട്ടു. അപ്പോൾ 2 കൂട്ടരും സഫർ ചെയ്തു. ഒരു ടോക്കിലേക്ക് വന്നു, സൗഹൃദത്തിലേക്ക് വന്നു ഒരു ഭാഗത്ത്. 2, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു താരിഫ് വാറിന്? പ്രധാനപ്പെട്ട കാരണം ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടും, അമേരിക്ക ഇറക്കുമതിക്ക് താരിഫ് കൂട്ടുന്നതായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു എണ്ണ വാങ്ങുന്നത് നിർത്തുന്ന പ്രശ്നമില്ല. നമ്മൾ അന്ന് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാൻഡ് അതാണ്. പക്ഷേ ആ ചിത്രം അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ, ഇന്ത്യ ഈ റഷ്യയുടെ എണ്ണ വാങ്ങുകയും ചെയ്യും, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ താരിഫ് കൂട്ടിയാൽ നമ്മളും കൂട്ടും. വേറെ ഒന്നുകൂടി നമ്മൾ സമാന്തരമായിട്ട് ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റിന് പകരം ബദൽ മാർക്കറ്റുകൾ കണ്ടെത്തി. ഇപ്പം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു. അത് മറ്റു പല രാജ്യങ്ങളും ചെയ്യാത്തതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഫോസിൽ ഇന്ധനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തീരും. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ തീരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് റിന്യൂവൽ എനർജിക്കുള്ള സംവിധാനങ്ങളും പദ്ധതികളും നമ്മൾ നടപ്പാക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചത്? ഒരു കാരണവശാലും അമേരിക്കയോട് കോംപ്രമൈസ് ഇല്ല. നമ്മൾ റഷ്യയോട് വലിയ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. ഈ ചിത്രം ആഗോളതലത്തിൽ വളരെ പെട്ടെന്ന് മാറിയത് എന്തുകൊണ്ടാണെന്നറിയോ? ആ മാറിയത് നമ്മൾ വേണ്ടത്ര സൂക്ഷ്മതയോടെ അറിഞ്ഞിട്ടില്ല. വളരെ പെട്ടെന്ന് വന്നൊരു വലിയ മാറ്റം, ചൈനയുടെ നീക്കങ്ങൾ നമ്മൾ വളരെ ജാഗ്രതയോടെ കാണുന്നുണ്ടായിരുന്നു. അമേരിക്കയെ പിണക്കിയിട്ട് ചൈനയെ കൂടെ നിർത്താമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ചൈനക്ക് പക്ഷേ ചില ഹിഡൻ അജണ്ടകളുണ്ട്. ചൈനക്ക് അമേരിക്കയോട് ഇല്ലാത്ത അജണ്ട ഇന്ത്യയോടുണ്ട്. പല തരത്തിലാണത്. അത് എല്ലാ കാലത്തും. കാരണം അമേരിക്ക ദൂരെയുള്ള ശത്രുവാണെങ്കിൽ ചൈന തൊട്ടടുത്തുള്ള ശത്രുവാണ്. മാത്രമല്ല 62-ലെ വാർ എന്ന് പറഞ്ഞാൽ ആ പട്ടിക അന്നു മുതൽ നമ്മുടെ ശത്രു പട്ടികയിലുള്ള രാജ്യമാണ് ചൈന. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചൈന ഇന്ത്യക്കെതിരായി നീക്കുന്ന നീക്കങ്ങൾ ഇതേ സമയത്താണ്. നമ്മൾ അമേരിക്കയെ ചെറുത്തുകൊണ്ട് ചൈനയെ ചേർത്ത് നിർത്തുന്ന ഘട്ടത്തിലാണ് ചൈന ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ നടത്തിയത്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ നമ്മൾ തകർത്തപ്പോൾ നമുക്ക് കിട്ടിയ ഭീകരവാദികളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ആയുധങ്ങളും ചൈന കൊടുത്തതാണ് ആണല്ലോ. ഒന്ന്. 2, ആരോട് ഒത്തുചേർന്ന് കളിച്ചാലും നമ്മൾ വിചാരിച്ചത് ബംഗ്ലാദേശിനോട് ചൈന ഒത്തു കളിക്കില്ല എന്നാണ്. ബംഗ്ലാദേശിൽ അവർക്ക് സ്വന്തം തുറമുഖവും സ്വന്തം ടൗൺഷിപ്പും സ്വന്തമായ ബേസും ഒക്കെ ചൈന തുടങ്ങി. മാത്രമല്ല അമേരിക്കയുടെ ചെലവിൽ നടന്ന ഒരു കലാപത്തിന് ശേഷം മുഹമ്മദ് യൂനുസ് നേരിട്ട് പോയി ചൈനയുമായി ധാരണയിലായി. ഒന്ന്. രണ്ടാമത്, പാകിസ്ഥാനെ ചൈന ഇപ്പൊ ശത്രുവായിട്ടല്ല കാണുന്നത്. പാകിസ്ഥാനും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ്. പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒട്ടും മോശമല്ലാത്ത ബന്ധം നേരത്തെ ഉണ്ട്. ഇപ്പോ നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടാക്കി. ബംഗ്ലാദേശിനോട് ഏത് സമയത്തും ഒരു യുദ്ധം വേണ്ടി വരും എന്ന അവസ്ഥ എത്തിയപ്പോൾ ചൈന ഈ 2 കൂട്ടരെയും സഹായിക്കുന്നുണ്ട്. ബംഗ്ലാദേശിനെ സഹായിക്കുന്നുണ്ട്, പാകിസ്ഥാനെയും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ചെലവിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊറിഡോർ ഉണ്ടാക്കാനും അഫ്ഗാനിസ്ഥാനിലേക്ക് റോഡ് മാപ്പ് ഉണ്ടാക്കാനും നെറ്റ്വർക്ക് ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ മുഴുവൻ വേലി കെട്ടുന്നതും അതിർത്തി നീക്കുന്നതും നമ്മുടെ ഗ്രാമങ്ങൾക്ക് പേര് കൊടുക്കുന്നതും ചൈനയാണ്. വേറെ ഒന്ന്, പ്രധാനപ്പെട്ട ഒരു കാര്യം, മ്യാൻമറിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ കലാപങ്ങളിൽ ചൈന പങ്കുവഹിക്കുന്നു എന്നുള്ള വിവരം നമുക്കുണ്ട്. തിബറ്റിലെ ദലൈലാമയുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ കണ്ണിലെ കരടാണ്. ഇന്ത്യ അവരുടെ കണ്ണിലെ കരടാണ് നമുക്കറിയാം.
അതിൻ്റെയൊക്കെ പുറമെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ലഡാക്കിലുണ്ടാക്കിയ താവളം. ലഡാക്കിലെ താവളം ആർക്കെതിരായിട്ടാണ് സത്യത്തിൽ? ഇന്ത്യയുടെ അതിർത്തികളിൽ, ഇന്ത്യ ചൈന അതിർത്തിയിൽ 13 ക്യാമ്പുകൾ, 13 എയർബേസുകൾ ചൈന നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിൽ, സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4500 ഏതാണ്ട് അത്രയും കിലോമീറ്റർ ഉയരത്തിലാണ്. 400. അപ്പോൾ ആ കിലോമീറ്റർ അതിൻ്റെ ദൂരെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും അത്രയും ഉയരത്തൊരു ബേസ് ഉണ്ടാക്കിയത് എന്തിനാണ്? ചൈനയെ സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ചൈനയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല അമേരിക്കയെ നിലക്ക് നിർത്താൻ ശ്രമിച്ചത്. അമേരിക്കയുടെ കണ്ണിൽ ചൈന ഞങ്ങളുടെ കൂടെ ഉണ്ട്, ചൈനയെ ചേർത്ത് പിടിച്ചും ഞങ്ങൾ അമേരിക്കയെ ബീറ്റ് ചെയ്യും എന്ന് പറയേണ്ട നേരത്തെ അത് പറയാനുള്ള ഡിപ്ലോമസിയാണ്, സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രയോഗിച്ചത്. യഥാർത്ഥത്തിൽ മാറി വരുന്ന ലോകത്ത് അമേരിക്ക നടുവൊടിഞ്ഞിരിക്കുന്നു നമുക്ക് ഏതാണ്ട് അറിയാം. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാറുകൾ, അമേരിക്കയുടെ വിറ്റുപോകാത്ത ആയുധങ്ങൾ വാങ്ങാൻ ലോകത്തിൽ ആരും ആളില്ല. എന്നാൽ ഇന്ത്യക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കുറഞ്ഞ വിലക്ക് ഇപ്പോൾ നമുക്ക് കിട്ടും. ഇന്ത്യയുടെ ആയുധങ്ങളും ഇന്ത്യയുമായിട്ടുള്ള കരാറും നമ്മളെക്കാൾ ആവശ്യം അമേരിക്കക്കാണ്. അപ്പോൾ അമേരിക്കയെ ഭയപ്പെടേണ്ട ഒരു ശത്രു അല്ല ഇന്ന് എന്നും, എന്നാൽ ലോകം ഇന്ന് ഭയപ്പെടുന്ന ശത്രു ചൈനയാണ് എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചൈനയുമായുള്ള ബന്ധങ്ങൾ കുറെ കൂടി സംശയാസ്പദമാണ് ഇപ്പോൾ. ഇന്ത്യ ചീന ബായി അല്ല ഇപ്പോൾ. അതുകൊണ്ട് ചൈനയെ നമ്മൾ കുറെ കൂടി സൂക്ഷ്മമായി വിജിലന്റ് ആയിട്ട് കാണുന്നു. കുറച്ച് ജാഗ്രത ചൈനയോട് നമ്മൾ പാലിക്കുന്നു. ഓരോ ദിവസവും ഉണ്ടായി വരുന്ന വാർത്തകളും ചിത്രങ്ങളും മുഴുവനും എല്ലാം വളരെ കൃത്യമായി ചൈനയുടെ ചില ചൈനയുടെ താല്പര്യങ്ങൾക്ക് നമുക്ക് വഴങ്ങേണ്ടി വരും. പ്രത്യേകിച്ച് ചൈനയുടെ താല്പര്യങ്ങൾ, ചൈന നടത്തുന്ന നീക്കങ്ങൾ മുഴുവനും വാക്കുകൾ കൊണ്ടല്ല, കച്ചവടം കൊണ്ടാണ്, കൊള്ള കൊണ്ടാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ചൈന നടത്തുന്ന ഏത് ഇടപാടിൻ്റെ പിന്നിലും അമേരിക്ക പറഞ്ഞുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ, ചൈന പറയാതെ ചെയ്യും. പക്ഷെ സൈനിക നീക്കങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ മാറ്റി വെച്ചിരുന്നല്ലോ മാഷെ, ആ ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതല്ല. ആഗോളതലത്തിൽ ചൈനയെ പലതരത്തിൽ ഇന്ത്യക്കെതിരായി നിർബന്ധിക്കുന്ന ഒരുപാട് ശക്തികൾ ഇപ്പോൾ ചൈനയുടെ കൂടെ ഉണ്ട്. ഒരുപടി ശക്തികളുണ്ട്. ആ ശക്തികളെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അയൽപക്കം മുഴുവനും പത്മവ്യൂഹത്തിലാണ് ഇന്ത്യ എന്ന് പറയാറില്ലേ, അയൽപക്കം മുഴുവനും നമ്മുടെ ശത്രുക്കളാണ്. അതിലിപ്പോൾ ആകെ നമ്മൾ ചേർത്ത് പിടിച്ചത് എന്തിനാണ്? നമ്മൾ ഈ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു അഫ്ഗാനിസ്ഥാനെ എങ്കിലും അണച്ചു പിടിച്ച് ചേർത്ത് നിർത്തുന്നത് എന്തിനാ? നമ്മൾ അഫ്ഗാനിസ്ഥാനെ ഇത്രയേറെ സ്നേഹിക്കുന്ന എന്തിനാ? നമുക്ക് അഫ്ഗാനിസ്ഥാനെങ്കിലും കൂടെ വേണം. അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ചൈനയെ നിലക്ക് നിർത്താനുള്ള ഒരു പോരാട്ടത്തിൽ ഏതു നേരത്തും ഒരുപക്ഷെ ഒരു അമേരിക്കൻ സഹായം നമുക്ക് വേണ്ടി വരാം. ചരിത്രത്തിൽ വലിയ മാറ്റമാണ് കേട്ടോ അത്. ചരിത്രത്തിൽ ഒരിക്കലും ചൈനക്കെതിരായ യുദ്ധത്തിൽ പോലും നമ്മൾ USSRന്റെ സഹായം അല്ലാതെ അമേരിക്കൻ സഹായം തേടിയിട്ടില്ല. പണ്ട് 62-ൽ, 65-ൽ, 71-ലെയും ഇൻഡോ പാക് യുദ്ധത്തിൽ നമ്മൾ അമേരിക്കൻ സഹായം തേടിയിട്ടില്ല. ഇപ്പോഴത്തെ ചിത്രം അതല്ല. അമേരിക്കയുമായി അതിവേഗത്തിലാണ്, ഈ കോലാഹലങ്ങൾക്കിടയിലാണ് നമ്മൾ പോയി സൈനിക കരാറുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടി അമേരിക്ക പറഞ്ഞ് ചെയ്തു കൊടുത്തല്ലോ. നമ്മൾ വിചാരിച്ചത്, ഇപ്പോഴും അടുത്ത കാലം വരെ നമ്മൾ വിചാരിച്ചത് എന്താ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് റഷ്യയുടെ എണ്ണ നമ്മളിപ്പോഴും വാങ്ങുന്നു എന്നല്ലേ. റഷ്യയുടെ എണ്ണ ഞങ്ങൾ വാങ്ങുന്ന മാന്യമായ കരാറാണ്, ഞങ്ങളത് പാലിക്കും എന്ന് പറഞ്ഞു എന്നല്ലാതെ റഷ്യയിൽ നിന്ന് ആരാ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന? ഇന്ത്യ ഗവൺമെന്റ് അല്ലല്ലോ, കമ്പനികളാണ്, എണ്ണ കമ്പനികളാണ്. ഇന്ത്യൻ കമ്പനികളും റഷ്യൻ കമ്പനികളും തമ്മിലുള്ള ഇടപാടാണ്. ആ ഇടപാട് വളരെ സമർത്ഥമായി പോയിട്ട് റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. റിലയൻസ് പറഞ്ഞു, സോറി, ഞങ്ങൾക്ക് അമേരിക്കയുടെ ഉപരോധത്തിന് ഡോളറിലല്ലാതെ എണ്ണ കൈമാറ്റം നടത്തുന്ന എല്ലാ കമ്പനികൾക്കും ലെവി ഇട്ടു, ഫൈൻ കൊടുത്തു അവർക്ക്. അപ്പോൾ ചെലവ് കൂടും, അവർക്ക് ലാഭം കുറയും. അപ്പോൾ കോർപ്പറേറ്റുകൾ, റിലയൻസ് കമ്പനി പറഞ്ഞു, ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല. ഇന്ത്യൻ കമ്പനി വാങ്ങണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് തന്നെയാണ് അതിന്റെ മലയാളം. അത് നമ്മൾ ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വരില്ലേ? വരും, തീർച്ചയായിട്ടും വരും. പക്ഷെ റഷ്യ വേറൊരു കാര്യമുണ്ട്. റഷ്യ ആ കരാറിനെ കുറെ കൂടി, അവർക്കിപ്പോൾ റഷ്യ ഇതേപോലെ തന്നെയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിൽ റഷ്യക്കിപ്പോൾ ഇന്ത്യയുമായി കണക്ക് തീർക്കുന്ന സമയമല്ല. റഷ്യക്ക് വ്യാപാര ബന്ധങ്ങളിൽ ഇപ്പോൾ നയപരമായതോ ഒന്നുമില്ലല്ലോ. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിൽ പുതിയ സാഹചര്യം വന്നപ്പോൾ റിലയൻസ് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവർ വേറെ സോഴ്സ് കണ്ടെത്തുമായിരിക്കും, അവർ വേറെ വിറ്റുകൊള്ളുകയും. പക്ഷേ ഇന്ത്യയുമായി ശത്രുത പുലർത്തുന്നതിൽ അർത്ഥമില്ല. കാരണം കോർപ്പറേറ്റുകളുടെ സാമ്രാജ്യം ആഗോള സാമ്രാജ്യമാണ്, അതൊരു രാജ്യമല്ല.
റിലയൻസ് ഇന്ത്യയുടേതാണെന്നും പറയുന്നതിൽ അർത്ഥമില്ല. വ്യാപാരത്തിന്റെ കാര്യത്തിൽ അവർ നോ ലാൻഡ്സ് പ്രോപ്പർട്ടിയാണ്, ഒരു രാജ്യത്തിൻ്റെതല്ല. അപ്പോൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ഇനിയിപ്പോൾ റഷ്യക്ക് പ്രത്യക്ഷത്തിൽ നമ്മളുമായി ഒരു അലോഹ്യം കാണിക്കണമെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ സമയമില്ല റഷ്യക്ക്. കാരണം റഷ്യക്ക് ഒരുപാട് ശത്രുക്കൾ ഇപ്പോൾ പൊരുതാനുണ്ട്. റഷ്യ ആരോടൊക്കെയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ റഷ്യ ഇപ്പോൾ ഏതായാലും നമ്മളും റഷ്യയും തമ്മിൽ ഒരു കലഹത്തിലേക്ക് പോവുകയില്ല എന്ന് നമ്മുടെ രാജ്യത്തിന് അറിയാം, ഡിപ്ലോമാറ്റ്സിന് അറിയാം, നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അറിയാം. എന്നാൽ ചൈന ഏത് നേരത്തും നമ്മളോട് കലഹിക്കാൻ വന്നേക്കും. അതിന് മതിയായ കാരണങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് ഏത് നേരത്തും വിളിച്ചാൽ കിട്ടുന്ന ഒരു കൂട്ടാളി വേണം. അതൊരു വൻകിട ശക്തി തന്നെ വേണം. അതുകൊണ്ടാണ് അമേരിക്കയുമായി ഈ ബന്ധത്തിൽ മാറ്റം വന്നിട്ടുള്ളത്. ഉറപ്പാണ് റഷ്യയെ ചൊല്ലി നമ്മൾ പറഞ്ഞിരുന്ന കരാറിൽ നിന്നൊക്കെ ഒന്നുമല്ല ആ ചിത്രം. ഇപ്പോൾ അതല്ല. റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങുന്നില്ല. അമേരിക്കയുമായി അമേരിക്ക പറഞ്ഞ എല്ലാ കരാറുകളും നമ്മൾ ഒന്നൊന്നായി പാലിക്കുന്നു. 3 കരാറുകളാണ് നീ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ ഒപ്പുവെച്ചത്. അതുകൊണ്ട് നമ്മളൊരു അമേരിക്കയോട് കുറെ കൂടി അടുപ്പം പുലർത്തുന്ന, അമേരിക്കൻ ചേരിയിൽ എന്ന് പറഞ്ഞുകൂടെങ്കിലും അമേരിക്കയോട് നല്ല സൗഹൃദമുള്ള ഒരു രാജ്യമായി ഇപ്പം ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് പുതിയ കാലത്ത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.